മിശിഹായിൽ സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, പള്ളിക്കൂദാശാക്കാലം രണ്ടാമത്തെ ഞായറാഴ്ചയിലാണ് നാം ഇന്ന് ആയിരിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങളാണ് ഇന്ന് തിരുസഭ നമുക്ക് വിചിന്തനത്തിനായി തരുന്നത്. ഇവിടുത്തെ പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ, വിശന്ന് വയലിലൂടെ യാത്ര ചെയ്യുന്ന ശിഷ്യന്മാർ വയലിൽ നിന്ന് ഗോതമ്പ് മണികൾ എടുത്ത് ഭക്ഷിക്കുന്നു. ഇത് കാണുന്ന നിയമജ്ഞരും ഫരിസേയരും അവർ സാബത്ത് ലംഘിച്ചു എന്ന് ഈശോയോട് പറയുകയും അതിനെക്കുറിച്ചുള്ള തർക്കങ്ങളുമാണ്. അതോടൊപ്പം തന്നെ രണ്ടാമത്തെ ഭാഗത്തിൽ യേശു ഒരു വ്യക്തിയെ സുഖപ്പെടുത്തുന്നു. ഇതും സാബത്തിൻ്റെ ലംഘനമായി അവർ പരിഗണിക്കുന്നു. യഹൂദ പശ്ചാത്തലത്തിൽ സാബത്ത് വളരെയധികം പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ്. കാരണം അവർ കർത്താവിൻ്റെ ദിവസമായി ആചരിക്കുന്നതാണ് അത്. അവിടെയാണ് പ്രവാചകനായോ മിശിഹായോ ഒക്കെ ജനം വ്യാഖ്യാനിക്കപ്പെടുന്ന കർത്താവിനെ അവർ കണ്ടെത്തുന്നതും അവനിൽ കുറ്റം ആരോപിക്കാൻ അവർ പഴുതുകൾ തേടുന്നതും. പ്രിയമുള്ളവരെ, കർത്താവിനെ കുറിച്ച് പറയുക നിയമത്തെയും പ്രവാചകന്മാരെയും അസാധുവാക്കാനല്ല, പൂർത്തിയാക്കുവാനാണ് കർത്താവ് വന്നിരിക്കുന്നത്. കർത്താവ് വന്നതിൻ്റെ ഉദ്ദേശം തന്നെ വീണ്ടും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 36-ാം വാക്യത്തിൽ യേശുവിന് അവരുടെ മേൽ അനുകമ്പ തോന്നി എന്നാണ്. കർത്താവ് ചെയ്ത എല്ലാ അത്ഭുതങ്ങളുടെയും, കർത്താവ് ചെയ്ത എല്ലാ രോഗശാന്തി ശുശ്രൂഷകളുടെയും എല്ലാറ്റിൻ്റെയും അടിസ്ഥാനം മനുഷ്യരോടുള്ള അനുകമ്പയാണ്. അവിടുന്ന് മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ചതും തൻ്റെ ഏറ്റവും വലിയ സ്വർഗീയമായ മഹിമയെ പരിത്യജിക്കാനും കാരണമായി തീർന്നത് മനുഷ്യരോടുള്ള അനുകമ്പയാണ്. പാപത്തിൻ്റെ കരാളഹസ്തങ്ങളിൽ കുടുങ്ങിപ്പോയ മനുഷ്യന് നിത്യജീവൻ സാധ്യമാക്കാൻ കർത്താവ് എഴുന്നള്ളി വരികയാണ്. പ്രിയമുള്ളവരെ, ഇവിടെയാണ് നിയമത്തിൻ്റെ നൂലാമാലകളുമായി വരുന്ന മനുഷ്യരുടെ ചിന്ത കർത്താവ് എടുത്തു വയ്ക്കുന്നത്. അപ്പോൾ എല്ലാ നിയമത്തിൻ്റെയും പൂർത്തീകരണമായി കർത്താവ് ഈ ലോകത്തിലേക്ക് ആഗതനാവുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ ഈ പശ്ചാത്തലത്തിൽ നിന്ന് ചിന്തിക്കുമ്പോൾ കർത്താവ് എന്താണ് പറയുന്നത്? നിയമം മനുഷ്യന് വേണ്ടിയുള്ളതാണ്, മനുഷ്യൻ നിയമത്തിന് വേണ്ടിയുള്ളതല്ല. എന്താണ് ഇതിൻ്റെ അർത്ഥം? നമുക്ക് ചുറ്റും ഒരുപാട് നന്മകളുണ്ട്. ഈ നന്മകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതാണ് എന്ന് നാം പലപ്പോഴും തിരിച്ചറിയുന്നില്ല. നിയമം അനുസരിക്കുന്നത് നല്ലത് തന്നെ. എല്ലാ കാര്യങ്ങളിലും നമ്മൾ ചെയ്യുന്ന പല പ്രവൃത്തികളിലും നന്മയായ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതാണെന്ന് തിരിച്ചറിയാൻ വൈകിപ്പോകുന്ന മനുഷ്യരുടെ ചിത്രമാണ് ഇന്നിവിടെ കർത്താവ് വരച്ച് കാണിക്കുന്നത്. ഒരു കുഞ്ഞിൻ്റെ ജീവിതം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവൻ കളിക്കുന്നത് നല്ലതാണ്, മൊബൈലിൽ അല്പനേരം എൻ്റർടൈൻമെൻറ്റൊക്കെ നല്ലതാണ്, TV കാണുന്നത് നല്ലതാണ്, കൂട്ടുകാരോടൊപ്പം സമയം ചെലവഴിക്കുന്നത് നല്ലതാണ്, മാതാപിതാക്കളോടൊപ്പം സമയം ചെലവഴിക്കുന്നത് നല്ലതാണ്. പക്ഷേ ഒരു പരീക്ഷയ്ക്ക് മുമ്പ് അവൻ എൻ്റർടൈൻമെൻറ്റിനായി പോയി കഴിഞ്ഞാൽ, മൊബൈൽ സമയം ചെലവഴിച്ച് കഴിഞ്ഞാൽ, കൂട്ടുകാരോടൊത്ത് കളിക്കാനായി സമയം ചെലവഴിച്ച് കഴിഞ്ഞാൽ അവന് ഏറ്റവും പ്രാധാന്യമുള്ള പരീക്ഷ ചിലപ്പോൾ അവന് പരാജയത്തിന് കാരണമായിട്ട് മാറും. അപ്പോൾ ഇത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നോക്കിയാലും ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതാണ്? ഒരുപാട് മൂല്യങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. പാരമ്പര്യം നല്ലതാണ്, ഭക്താനുഷ്ഠാനങ്ങൾ നല്ലതാണ്, നമ്മൾ നടത്തുന്ന തിരുനാളുകൾ നല്ലതാണ്, നമ്മൾ നടത്തുന്ന നൊവേനകൾ നല്ലതാണ്. ഇത് എല്ലാം നടത്തുമ്പോഴും ഇതിനേക്കാളൊക്കെ പ്രാധാന്യമർഹിക്കുന്നത് എന്താണ്? ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് എന്താണെന്ന് നാം മറന്നു പോകുന്നു. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത് നിയമം മനുഷ്യന് വേണ്ടിയാണ്, മനുഷ്യൻ നിയമത്തിന് വേണ്ടിയല്ല എന്നുള്ളത്. പ്രിയമുള്ളവരെ, നാം ക്രിസ്ത്യാനികളെന്ന് അഭിമാനിക്കുകയും ഞായറാഴ്ചകളിൽ പള്ളിയിൽ പോയി വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് കഴിയുമ്പോൾ അതിനാൽ എല്ലാം തീർന്നു എന്ന് സമാധാനത്തോടെ നമ്മൾ ഒരു ക്രിസ്ത്യാനിയുടെ ധർമ്മം അനുഷ്ഠിച്ചു എന്നുള്ള സംതൃപ്തിയോടുകൂടി ജീവിക്കുന്നവരാണോ എന്ന് നാം ഇന്നത്തെ സുവിശേഷത്തെ അടിസ്ഥാനപ്പെടുത്തി ചിന്തിച്ചു നോക്കണം. യഹൂദജനം അന്ന് വിശ്വസിച്ചിരുന്നത് കർത്താവിൻ്റെ ദിവസം ആചരിക്കുന്നതോടുകൂടി അവരുടെ മതത്തിൻ്റെതായ കർത്തവ്യങ്ങൾ നിറവേറ്റപ്പെട്ടു, അവർ അതിനാൽ തന്നെ രക്ഷ നേടിയെന്ന് വിശ്വസിച്ചിരുന്നവരാണ്. അതുകൊണ്ട് പണികൾ ഒന്നും ചെയ്യാതിരിക്കുക, പ്രാർത്ഥിക്കുക, ഇതിൽ മാത്രം ഒതുങ്ങിപ്പോകുന്ന മതാത്മക ജീവിതം
ആത്മീയത ഇല്ലാത്ത ജീവിതമായിട്ട് മാറുകയാണ്. പ്രിയമുള്ളവരെ, എന്താണ് ക്രിസ്തു നമ്മെ പഠിപ്പിക്കുന്നത്? എല്ലാ നിയമങ്ങളും എല്ലാം മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണെന്ന് കർത്താവ് പഠിപ്പിക്കുമ്പോൾ അതിൻ്റെ അടിസ്ഥാനം എന്തുവാണ്? ഞായറാഴ്ച പള്ളിയിൽ പോയി ആ കടം തീർക്കുന്നത് കൊണ്ട് മാത്രം തീർന്നു പോകുന്ന ഭക്താനുഷ്ഠാനങ്ങളുടെ പുറമോടികളിൽ മാത്രം ഒതുങ്ങിപ്പോകാതെ കർത്താവിൻ്റെ ദിനം കരുണയുടെ ദിനം കൂടി ആയി മാറണം. കർത്താവിൻ്റെ ദിനം കരുണയുടെ ദിനം കൂടിയായി മാറുമ്പോഴാണ് യഥാർത്ഥ ആത്മീയതയുടെ തലങ്ങളിലേക്ക് നമുക്ക് നടന്നെടുക്കാനായിട്ട് സാധിക്കുക. അപ്പോൾ ആ ദിവസം നീ മറ്റുള്ളവർക്ക് വേണ്ടി അധ്വാനിക്കുന്നത് കൊണ്ടോ, നന്മ ചെയ്യുന്നത് കൊണ്ടോ, ഒരു രോഗിയെ സന്ദർശിക്കുന്നത് കൊണ്ടോ, ഒരു ചെറിയ ഉപകാരം മറ്റുള്ളവർക്ക് ചെയ്യുന്നത് കൊണ്ടോ മാത്രമാണ് നിൻ്റെ ഈ കർത്താവിൻ്റെ ദിവസം ആചരണത്തിൻ്റെ പൂർത്തീകരണം ആകുന്നത്. അല്ലെങ്കിൽ നമുക്ക് എന്ത് ക്രിസ്ത്യാനിയാണ്? കർത്താവ് ആവശ്യങ്ങളിൽ അനുഗ്രഹമായി മാറിയവനാണ്. നമ്മുടെ ജീവിതം ഇങ്ങനെ ഈ പ്രാർത്ഥനയിൽ അധിഷ്ഠിതമായ ദൈവാനുഭവത്തിൽ നിന്ന് സഹോദരങ്ങളിലേക്കും ചുറ്റുമുള്ളവരിലേക്കും നന്മ ചെയ്യുവാനും നമ്മുടെ ചെറിയ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും മറ്റുള്ളവരെ സന്ദർശിക്കുന്നതിലൂടെ സാമീപ്യം കൊണ്ടുമെല്ലാം നാം കർത്താവിൻ്റെ ദിനം ആചരിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നാമും ശരിയായ മാനവികത ഉള്ളവരായിട്ട് മാറുക. ഈ മാനുഷികമായ നിയമവ്യാഖ്യാനങ്ങളിൽ ദൈവാംശം കുറഞ്ഞുപോയി എന്നുള്ളതാണ് യഹൂദ ജനത്തിൻ്റെ പരാജയം. പ്രിയമുള്ളവരെ, ദൈവത്തിൽ നിന്നുള്ള നിയമമാണോ, ദൈവം ആഗ്രഹിക്കുന്നതാണോ എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? ഇവിടെ നാം ഇപ്പോഴൊക്കെ കേൾക്കുന്ന ഒരു വാക്കുണ്ട്, ടോക്സിക് എന്നുള്ളത്. ഇത് മതത്തിലും കടന്നു വരാം, വ്യക്തി ജീവിതത്തിൽ കടന്നു വരാം, കുടുംബങ്ങളിൽ കടന്നു വരാം. അതായത് വിഷലിപ്തമായിട്ടുള്ള ബന്ധങ്ങളെയാണ് ടോക്സിക് എന്ന് പറയുക. വിഷലിപ്തമായ മാനസിക അവസ്ഥയെയാണ് ടോക്സിക് എന്ന് പറയുന്നത്. ഇത് മതത്തിലും സംഭവിക്കാം. അപ്പോൾ ഇത് ദൈവത്തിൽ നിന്ന് വരുന്നതാണോ എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഇത് സ്വന്തം താല്പര്യങ്ങൾക്ക് മാത്രം പ്രാധാന്യം നൽകുന്നതാണോ, സ്വന്തം ഇഷ്ടങ്ങൾക്ക് മാത്രം പ്രാധാന്യം നൽകുന്നതാണോ? അടിച്ചമർത്തലും പിടിച്ചുവാങ്ങലും അധികാര പ്രയോഗവും ഇതിൽ നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഇത് ടോക്സിക്കാണ്. എൻ്റെ ഇഷ്ടം മാത്രം നടക്കണമെന്ന് ഞാൻ വാശി പിടിക്കുമ്പോൾ ചിന്തിക്കുന്നതും നീ സംസാരിക്കുന്നതും നീ പ്രവർത്തിക്കുന്നതും നീ കാണുന്നതുമെല്ലാം ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ മാത്രം ആകണമെന്ന് വാശി പിടിക്കുന്ന ഒരു വ്യക്തി ടോക്സിക്കാണെന്ന് പറയുക. ഇങ്ങനെയുള്ള വ്യക്തികൾ സമ്മർദ്ദമുണ്ടാക്കുന്നവരാണ്. ഇങ്ങനെയുള്ള വ്യക്തികൾ മറ്റുള്ളവരിലേക്ക് തങ്ങളുടെ കുറ്റങ്ങൾ ആരോപിക്കുന്നതാണ്. എല്ലാ പ്രശ്നങ്ങളും ഉണ്ടായിക്കഴിയുമ്പോൾ അത് നീ ഇതുപോലെ ചെയ്തത് കൊണ്ടാണ്, നീ ഇതുപോലെ സംസാരിച്ചത് കൊണ്ടാണ്, നീ കാരണമാണ് എന്ന് തൻ്റെ പ്രശ്നങ്ങൾ പോലും മറ്റുള്ളവരിലേക്ക് ആരോപിക്കുന്ന വ്യക്തിത്വം ടോക്സിക് വ്യക്തിത്വങ്ങളാണ്. ഇത് കുടുംബജീവിതത്തിലും സംഭവിക്കുന്നതാണ്. ഒരു കുടുംബനാഥൻ ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ മാത്രം കാര്യങ്ങൾ നടക്കണമെന്നും മറ്റു പ്രശ്നങ്ങൾക്കെല്ലാത്തിനും കാരണം നിങ്ങളാണെന്നും പറഞ്ഞു വെക്കുന്ന ഒരു സമ്മർദ്ദം ഒരു കുടുംബത്തിൽ ഉണ്ടാക്കുമ്പോൾ, വിഷലിപ്തമായ ഒരു കുടുംബാന്തരീക്ഷം സൃഷ്ടിക്കപ്പെടുമ്പോൾ അവിടെ സമ്മർദ്ദങ്ങൾ ഉണ്ടാകും. ആ കുടുംബജീവിതം ജയിലിന് തുല്യമാകും. ആ വ്യക്തിയോട് കൂടെയുള്ള ജീവിതം നരകമായിട്ട് തീരും. ഇത് മതത്തിലും സംഭവിക്കാം, രാഷ്ട്രത്തിലും സംഭവിക്കാം. കാരണം നമ്മൾ പലപ്പോഴും മനസ്സിലാക്കുന്നത് നിയമങ്ങൾക്ക് വേണ്ടിയിട്ട് അടിച്ചമർത്തുകയും ഞങ്ങളെല്ലാവരും ഇത് ചെയ്തു അതുകൊണ്ട് നിങ്ങളും ചെയ്യണമെന്ന് വാശി പിടിച്ച് മറ്റുള്ളവരുടേതായ ഒരു ഇടം നൽകാതെ അവനൊരു സമയം നൽകാനോ അവനെ ഒന്ന് കേൾക്കാനോ അവനെ ഒന്ന് അംഗീകരിക്കാനോ കുറച്ച് സമയത്തേക്ക് അവനെ ഒന്ന് ഉൾക്കൊള്ളാനെങ്കിലും സാധിക്കാതെ വരുമ്പോൾ ഈ മതവും ടോക്സിക്കായിട്ട് മാറും. പക്ഷേ നമുക്കിടെ ഇടയിലൊക്കെ സംഭവിച്ച ചില കാര്യങ്ങളെ മനസ്സിരുത്തി നമ്മൾ കാണുമ്പോൾ ഇത്തരത്തിലുള്ള ദൈവിക നിയമങ്ങളെ ദുർവ്യാഖ്യാനം ചെയ്ത് മനുഷ്യൻ്റെ സ്ഥാപിത താല്പര്യങ്ങളെയും ശരിയായ രീതിയിൽ ദൈവത്തിൻ്റെ ഇഷ്ടമെന്താണെന്ന് മനസ്സിലാക്കാതെ പ്രവർത്തിച്ചതിൻ്റെയും നാശോന്മുഖമായ വിഷലിപ്തമായ അന്തരീക്ഷം നമുക്ക് ചുറ്റുമൊക്കെ രൂപപ്പെട്ടത് നാം ഈയിടെയൊക്കെ അനുഭവിച്ചവരാണ്. ഇത് മറ്റൊരു പ്രശ്നം കൂടി ഉണ്ടാക്കും. ഇത് ആത്മാക്കളുടെ രക്ഷയ്ക്ക് പകരമായിട്ട് ആത്മാക്കളുടെ നാശത്തിനും ആത്മാക്കളുടെ ഇടയിൽ അസ്വസ്ഥതയ്ക്കും കാരണമാകും. അപ്പോൾ ഒരു ബന്ധം അല്ലെങ്കിൽ ഒരു വ്യക്തി വിഷലിപ്തമാണെങ്കിൽ
മറ്റുള്ളവരുടെ നന്മയ്ക്ക് അല്ലെങ്കിൽ മറ്റുള്ളവരെ ദൈവത്തിലേക്ക് അടുപ്പിക്കാൻ ആത്മാവിൻ്റെ വലിയ ചൈതന്യത്തിലേക്ക് അവരെ ഉയർത്തിക്കൊണ്ടുവരാൻ ഇല്ലെങ്കിൽ നാം തിരിച്ചറിയണം, ഇത് ദൈവത്തിൽ നിന്നുള്ള നിയമങ്ങളല്ല. മാനുഷികമായ താല്പര്യങ്ങൾക്കും സ്വാർത്ഥതകൾക്കും അവർ നിയമങ്ങളായി വ്യാഖ്യാനിക്കപ്പെട്ട് ഇതിനെ ദുരുപയോഗിക്കപ്പെടുകയായിരുന്നു എന്നുള്ള സത്യം. ഇവിടെയാണ് കർത്താവ് പറയുന്നത്, കർത്താവ് ഒന്നും ആരെയും അടിച്ചേൽപ്പിക്കുന്നില്ല. അവരുടേതായ ഇടങ്ങൾ കൊടുക്കുകയാണ്. തീരുമാനങ്ങൾ അവരെടുക്കട്ടെ എന്ന് കർത്താവ് കാത്തിരിക്കുകയാണ്. പാപിനിയായ സ്ത്രീയോട് അവിടുന്ന് പറഞ്ഞതെന്താണ്? ഞാനും നിന്നെ വിധിക്കുന്നില്ല. സക്കേവൂസിനോട് കർത്താവ് പറഞ്ഞത് എന്താണ്? ഇന്ന് ഈ ഭവനത്തിൽ രക്ഷ പ്രാപിച്ചിരിക്കുന്നു. അവനെ ഭവനത്തിലേക്ക് അവനോടൊപ്പം യാത്ര ചെയ്യുകയാണ്. ഇങ്ങനെ ഓരോ നിമിഷങ്ങളിലും ഓരോ സംഭവങ്ങളിലും കർത്താവ് അവരുടേതായ ഇടം നൽകുകയാണ്. പ്രിയമുള്ളവരെ, നമുക്ക് ചിന്തിക്കാം, ഇന്ന് ഈ സുവിശേഷം വായിക്കുമ്പോൾ നമ്മൾ മാനുഷികമായ രീതിയിൽ, മാനവികതയിൽ എത്രത്തോളം വളർന്നവരാണെന്ന്, നമ്മുടെ പ്രയോറിറ്റി എന്തിനാണ് നമ്മൾ കൊടുക്കുന്നത് എന്ന്. അതോടൊപ്പം വെറുതെ ആചാര അനുഷ്ഠാനങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന മതാത്മക ജീവിതത്തിൽ നിന്നും ആത്മീയതയുടെ തലങ്ങളിലേക്ക്, ദൈവത്തിനായി നാം കൊടുക്കുന്ന ദിവസത്തിന് മനുഷ്യരോട് കരുണ കാണിക്കാനും കൂടി നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് ചിന്തിച്ചു നോക്കാം. നമ്മുടെ ബന്ധങ്ങളെ നമ്മുടേതായ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം വിഷലിപ്തമായ ഒരു അന്തരീക്ഷത്തിൽ സമ്മർദ്ദങ്ങൾ ഉണ്ടാക്കുന്നവരാണോ? അതിനപ്പുറം മറ്റുള്ളവരുടെ ഇടങ്ങൾ കൊടുക്കുവാനും അവർക്ക് വേണ്ടത്ര സ്വാതന്ത്ര്യം നൽകാനും അവരായിരിക്കുന്ന രീതിയിൽ അവരെ അംഗീകരിക്കുവാനും നമുക്ക് സാധിക്കുന്നുണ്ടോ? ഈ ചിന്തകൾ നമ്മുടെ മനസ്സിൽ കോറിയിടാം. ദൈവം നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.